നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് തിരുനാമത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. വളരെ പ്രയാസങ്ങളുടെ നടുവിലും നമുക്ക് നമ്മുടെ ആ വേദനകളെല്ലാം തിരുസന്നിധിയിൽ പകർന്ന് പ്രാർത്ഥനയോടെ ദൈവവചനം പഠിക്കാനായിട്ടും ദൈവവചനത്തിൻ്റെ ആ നിസ്തുല്യത മനസ്സിലാക്കാനായിട്ടും കർത്താവ് നൽകുന്ന അവസരങ്ങൾക്കായിട്ട് തിരുനാമത്തിന് സ്തോത്രം. നമുക്ക് വളരെ ശ്രദ്ധയോടെയും വളരെ പ്രാർത്ഥനയോടും കൂടെ നമ്മുടെ പഠനം നമുക്ക് വളരെ വേഗത്തിൽ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ടും ചിന്തിച്ച ചില വിഷയങ്ങൾ ഞാൻ അല്പം റാൻഡം റീഡിംഗ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനായിട്ടുള്ള സമയപരിധി നമ്മുടെ മുന്നിലുള്ളതുകൊണ്ടാണ്. ദൈവവചനത്തിന്റെ കാനോൻ അല്ലെങ്കിൽ 27 പുസ്തകങ്ങളെ പറ്റി നമ്മൾ മറ്റ് ആളുകൾ അല്ലെങ്കിൽ മറ്റ് ചർച്ചുകൾ, ഓർത്തഡോക്സ് ചർച്ചോ കാത്തലിക് ചർച്ചോ ആ സഭകൾ പറയുന്ന ആ കഥ ചരിത്രപരമായിട്ട് ചേരുന്നതല്ല, അത് ഒത്തിരി മിസ്കൺസെപ്ഷൻസ് ആണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമായിട്ടും നോക്കിയത്. ഞാൻ എൻ്റെ പഠനത്തിൽ 10 മിസ്കൺസെപ്ഷൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 10 എണ്ണം. നമ്മളൊരു 5-6 കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്നോർത്ത് നോക്കി, ഇത് ഓറൽ ട്രഡീഷൻ ആയിരുന്നു, എഴുതാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന്. അങ്ങനെ ആയിരുന്നില്ല. ബിഗിനിങ് ഓറൽ ട്രഡീഷൻ ആണെങ്കിലും ക്രിസ്ത്യാനിറ്റി ഒരു ബുക്കിഷ് റിലീജിയൻ ആയിരുന്നു എന്ന് നമ്മൾ ഏകദേശം മനസ്സിലാക്കി. രണ്ടാമത്, എഴുതിയ ആളുകൾക്ക് തന്നെ അത് എഴുതിയത് സ്ക്രിപ്ചർ ആണെന്നുള്ള വളരെ ബോധ്യത്തോടെയാണ് എഴുതിയത്. അതിന് നമുക്ക് 2-ാം നൂറ്റാണ്ടിലെ എഴുത്തുകാർ 1-ാം നൂറ്റാണ്ടിലെ എഴുത്തിനെ സ്ക്രിപ്ചർ എന്നാണ്, അല്ലെങ്കിൽ ആ നിലയിലുള്ള വാക്കുകൾ, ദൈവവചനം, സ്ക്രിപ്ചർ, അങ്ങനെയാണ് അവര് എടുത്ത് സൈറ്റേഷൻ ചെയ്യാൻ നേരത്ത് അങ്ങനെ ഒരു പ്രയോഗമാണ് ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ ചിന്തിച്ചത് അപ്പോക്രിഫൽ പുസ്തകങ്ങൾ പോപ്പുലർ ആയിരുന്നില്ല എന്നതാണ് സത്യം. ചില പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് റിജക്റ്റഡ് ബുക്കിനകത്തുണ്ടായിരുന്ന ഷെപ്പേർഡ് ഓഫ് ഹെർമാസും ലെറ്റേഴ്സ് ഓഫ് ബർണബാസും ഇഗ്നേഷ്യസിന്റെ ചില എഴുത്തുകളും ഒക്കെ അതവര് കോമൺ ആയിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിലും ആ എഴുത്തുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സ്ക്രിപ്ചർ ആയിരുന്നില്ല എന്ന്. അവര് തന്നെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അന്നേരം ആ ഒരു മിസ്കൺസെപ്ഷൻ നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ച കാര്യം, അത് നമ്മൾ അധികം പറഞ്ഞില്ല, പക്ഷെ എനിക്കത് പറയാനായിട്ട് സമയമില്ല. അത്തനേഷ്യസ് അല്ല ബൈബിള് തന്നത്, അത്രയും ഞാനൊന്ന് ഓർപ്പിച്ചായിരുന്നു. അത്തനേഷ്യസ് അല്ല ബൈബിള് തന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഓടിച്ച് ചിന്തിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കൗൺസിലും കൂടിയിട്ടില്ല. ബൈബിൾ കാനോൻ തീരുമാനിക്കാനായിട്ട് ഒരു കൗൺസിലും കൂടിയിട്ടില്ല. ചിലപ്പോൾ നമ്മളെ ആളുകൾ ചിന്തിച്ചു വെച്ചേക്കുന്ന നിക്കിയ സുന്നഹദോസ് ആണ് ബൈബിൾ തന്നതെന്നാണ്. നോ. ആ നിക്കിയ സുന്നഹദോസിനകത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ദൈവത്വം ഈക്വൽ വിത്ത് ഫാദർ, അതായിരുന്നോ ഈക്വൽ വിത്ത് ഫാദർ? അത് നമുക്കിപ്പോ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അതായിരുന്നു നിക്കിയ സുന്നഹദോസിന്റെ പ്രധാന സബ്ജക്റ്റ് എന്നുള്ളത്. അതുകൊണ്ട് കോൺസ്റ്റന്റൈൻ അല്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ല തീരുമാനിച്ചത്. അഥനേഷ്യസിന്റെ ഫെസ്റ്റൽ ലെറ്ററിലല്ല 27 പുസ്തകം ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹം ചൂസ് ചെയ്യായിരുന്നില്ല. പിന്നെ നമ്മൾ പഠിച്ച ഏറ്റവും വലിയ കഥ, വളരെയധികം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു, അതിനകത്തുനിന്ന് സെലക്ട് ചെയ്തതാണ് ഇത്രയും പുസ്തകം. ഇതെല്ലാം പച്ച കള്ളമാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നാളെ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ 2-ാം നൂറ്റാണ്ടിലെ ദൈവസഭ എങ്ങനായിരുന്നു എന്ന് ഞാൻ പഠിപ്പിക്കാം. 2-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ എന്തൊക്കെയായിരുന്നു, അതുമായിട്ട് ഏറ്റവും സാമ്യമുള്ള ചർച്ചകൾ ഏതാണ് എന്നൊക്കെ ഞാൻ നാളെ കർത്താവ് അനുവദിച്ചാൽ, എനിക്ക് എൻ്റെ അതിന്റെ നോട്ട്സ് എല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങളെ പഠിപ്പിക്കാൻ മാത്രം ഞാനൊന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല. അത് ഇന്ന സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ നാളെ പറയാം. ആട്ടെ, ഒരു ഇൻട്രസ്റ്റ് അല്ലേ ഇത് എന്ന് പറഞ്ഞാൽ, നമ്മൾ കൊണ്ടു നടക്കുന്ന പുസ്തകം 1-ാം നൂറ്റാണ്ടിൽ എഴുതുന്നു, 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും അതിനകത്ത് എടുത്ത് ഉദ്ധരിച്ച കാര്യങ്ങളുടെ തെളിവ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇത്രയും വേദപുസ്തകത്തിന്റെ അത്രയും ഒതന്റിക് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉള്ള ഒരു പുസ്തകവും ലോക ചരിത്രത്തിലില്ല. 5700 മാനുസ്ക്രിപ്റ്റ് തന്നെ ബൈബിളിനുണ്ട്.
അതിനെ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ P52 ഓർക്കുന്നില്ലയോ? P52 ഇല്ലയോ? മറക്കരുത്, ഒരു കാരണവശാലും മറക്കരുത്. P52 തൊട്ടാണ് നമ്മുടെ ഇരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ. ഓക്കെ, എന്നാൽ ഇതെല്ലാം മിസ്കൺസെപ്ഷൻ ആയിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. ഇനി ഞാൻ ഒന്ന് രണ്ട് മിസ്കൺസെപ്ഷനോട് ഒന്ന് പറയാം. നമ്മള് ഒരു 10 കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് മിസ്കൺസെപ്ഷൻ അല്ല, ഇത് ഒരു ഫാക്റ്റ് ആണ്. 10 കാര്യം. ഞാൻ അതിന്റെ ആ 10 കാര്യം പഠിപ്പിക്കാൻ സമയമില്ല. ആ 10 കാര്യം ഞാനത് പറഞ്ഞു കേൾപ്പിക്കാം. നമുക്കറിയാവുന്ന കാര്യം, നമ്മുടെ ഇരിക്കുന്ന 27 പുസ്തകങ്ങൾ, ദ ന്യൂ ടെസ്റ്റ്മെന്റ് ബുക്സ് ആർ ദ ഏർലിയസ്റ്റ് ക്രിസ്ത്യൻ റൈറ്റിംഗ്സ് വി പൊസസ്. 27 പുസ്തകങ്ങളാണ് ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ളത്. രണ്ടാമത്തെ കാര്യം, apocryphal writings are all written in the 2nd century or later. എല്ലാ പുസ്തകങ്ങളും അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ക്ലെമന്റ് ഓഫ് റോം ഓർക്കുന്നല്ലോ അല്ലേ? ക്ലെമന്റ് ഓഫ് റോം, നമ്മൾ അവരെയൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. കാര്യം അവർ കർത്താവിന് വേണ്ടി ജീവൻ കളഞ്ഞവരാണ്. ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവരെ എല്ലാം ഈ റോമിന്റെ വെസ്റ്റേൺ പാർട്ടിലുണ്ടായിരുന്ന ദൈവദാസന്മാരെ എല്ലാം കത്തോലിക്കരും എടുത്തു, ഈസ്റ്റേൺ പാർട്ടിലുള്ള പിതാക്കന്മാരെ എല്ലാം ഓർത്തഡോക്സുകാരും എടുത്തു. ഇത്ര സംഭവിച്ചുള്ളൂ. പക്ഷെ ഇങ്ങനൊന്നും ഇല്ല, സംഭവത്തിൽ ഇങ്ങനൊന്നും ഇല്ല. ഇന്നലെ ക്ലെമന്റ് കാത്തലിക്സ് എടുത്ത് വെച്ചേക്കുന്നതാണ്, അഗസ്റ്റിനെ കാത്തലിക്സ് എടുത്ത് വെച്ചേക്കുന്നതാണ്. പക്ഷെ ഇവരുടെ പഠിപ്പിക്കൽ നമ്മൾ പലതും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വളരെ എതിരാണ്. ഞാൻ നാളെ പറയാം ദൈവം എന്ന് വെച്ചാൽ, ശ്രദ്ധിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ക്ലെമന്റിന്റെ ഒരു പുസ്തകം, ക്ലെമന്റിന്റെ ഫസ്റ്റ് ക്ലെമന്റ്, അത് AD 96 എഴുതിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം 1-ാം നൂറ്റാണ്ടിൽ എഴുതിയ എല്ലാ പുസ്തകവും അപ്പോസ്തോലികമല്ല, എന്നാൽ അപ്പോസ്തോലിക പുസ്തകങ്ങളെല്ലാം 1-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് കിട്ടിയോ? അന്നേരം അപ്പോക്രിഫൽ റൈറ്റിംഗ്സ് എല്ലാം 2nd സെഞ്ചുറി അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ മരിച്ചതിന് ശേഷമുള്ളതാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, the New Testament books are unique because they are apostolic books. The New Testament books are unique because they are apostolic books. എല്ലാ അപ്പോസ്തോലിക പുസ്തകങ്ങളാണ് എല്ലാം. ഇനി അപ്പോസ്തലന്മാരല്ലാത്ത എഴുതിയ പുസ്തകങ്ങൾ വല്ലതും ഉണ്ടോ ന്യൂ ടെസ്റ്റ്മെന്റിനകത്ത്? മാർക്കും ലൂക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ് എഴുത്തുകാരുടെ പേരിട്ടതെങ്കിൽ, ഇവര് പറയുന്ന സഭ, എന്നോട് ഒരു അച്ഛൻ തന്നെ പറഞ്ഞാണ്, ഞാൻ മർക്കോസ് എഴുതിയെന്ന് ആരാ പറഞ്ഞ്? സഭ പറഞ്ഞു മാർക്ക് എഴുതിയതാണ്. എൻ്റെ ഒരു ലോജിക്കിൽ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഒരു നല്ല റെസ്യൂമിയാണ് ഒരു നല്ല റെസ്യൂമി ഉള്ള ആളുടെ പേരാണ് ഇടേണ്ടതെങ്കിൽ എന്തിനാ മാർക്കിന്റെ പേരിട്ട് പീറ്റർ എന്നിട്ടാ പോരായിരുന്നു? ഞാൻ പറഞ്ഞ കാര്യം കിട്ടിയോ? എന്തിനാ ലൂക്കിന്റെ പേരിട്ട്? ലൂക്കിനേക്കാൾ എത്രയോ അക്സെപ്റ്റബിൾ ആയിരുന്നു പോള്. അങ്ങനെയെങ്കിൽ മാർക്കെന്നും ലൂക്കെന്നും ഇട്ടത് തന്നെ സത്യസന്ധതയുടെ തെളിവാണ്. അല്ല ആർബിറ്റർലി പേര് ചൂസ് ചെയ്തതല്ല. പിടികിട്ടിയോ? അടുത്ത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ന്യൂ ടെസ്റ്റ്മെന്റ് റൈറ്റേഴ്സ് തന്നെ ന്യൂ ടെസ്റ്റ്മെന്റ് റൈറ്റിംഗ്സിനെ സ്ക്രിപ്ചർ എന്നാണ് വിളിച്ചത്. നമ്മൾ 2 വാക്യം ഓർത്തല്ല, 1 തിമോത്തി 5:18 ആൻഡ് 2 പീറ്റർ 3. ഈ 2 ഭാഗത്തും some New Testament writers called other New Testament writers are scripture. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 4 Gospels, 4 സുവിശേഷമേ നമുക്കുള്ളൂ എന്നാണ് 2-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തോലിക പിതാക്കന്മാരുടെ ടെസ്റ്റിമോണി. അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ പറയാം, the 4 Gospels are well established by the end of 2nd century. Well established by the end of the 2nd century. ഇതെല്ലാം മനസ്സിലുണ്ടല്ലോ അല്ലെ? ഇതൊക്കെയാ സ്ക്രിപ്ചർ. ഇങ്ങനെയാണ് അതിന്റെ ആ സ്റ്റഡി പോകേണ്ടത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, മൊറട്ടോറിയൻ ഫ്രാഗ്മെന്റിൽ എത്ര പുസ്തകം ഉണ്ടായിരുന്നെന്നാ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞേ?
മൊറട്ടോറിയൻ ഫ്രാഗ്മെന്റിൽ 22 മറക്കരുത് കേട്ടോ. 22 ഇങ്ങനെ നമുക്ക് പറയാം. The end of the 2nd century, the Muratorian fragment lists 22 of our 27 New Testament books. Out of 27 New Testament book. 22. ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയയുടെ കാര്യം വായിക്കുമ്പോൾ 24 പുസ്തകമാണ് കേട്ടോ. 24 പുസ്തകം. ഒറിഗന്റെ കാലം ആയപ്പോഴത്തേക്ക് 27 പുസ്തകവും യൂണിവേഴ്സൽ ആയിട്ട് സഭ റിസീവ് ചെയ്തു. ഡിസൈഡ് ചെയ്തതല്ല കേട്ടോ, വേർഡ് തെറ്റിപ്പോകരുത്. ഡിസൈഡ് ചെയ്യല്ല, റെക്കഗ്നൈസ് ചെയ്തു, റിസീവ് ചെയ്തു, സ്വീകരിച്ചു. അത് അപ്പോസ്തോലികമാണെന്ന് മനസ്സിലാക്കി. ആ പദങ്ങളാണ്. ഇപ്പം ഞങ്ങള് അതിനെ ഡിസൈഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം എക്സ്റ്റേണൽ അതോറിറ്റി എബവ് ദ സ്ക്രിപ്ചർ എന്ന് വരും. നോ, ആ വാക്കുകൾ, ഈ പദങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആനപ്പുറത്ത് കയറി എന്ന് പറഞ്ഞാലും ആന പുറത്ത് കയറി എന്ന് പറഞ്ഞാലും രണ്ടല്ലേ, ഒന്നാണോ? ഭയങ്കര അർത്ഥ വ്യത്യാസമാണ്. വളരെ ശ്രദ്ധിക്കണം പദങ്ങൾ. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഏർലി 2nd സെഞ്ചുറിയിലെ പിതാക്കന്മാർ അവര് കാനോനിക്കൽ അല്ലാത്ത പുസ്തകങ്ങളിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ സമർത്ഥിക്കാനായിട്ട്. അത് നമുക്ക് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മളൊരു കാര്യം പ്രസന്റ് ചെയ്യാൻ നേരത്തെ C.S. ലൂയിസിന്റെ ഒരു കോട്ട് എടുക്കുന്ന എന്നാണ് കുഴപ്പം? ഒരു പ്രശ്നമില്ല. അതുപോലെ അവർ കോട്ട് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും സമർത്ഥിക്കാനായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. Early Christians often used non-canonical writings. പക്ഷെ അന്നേരം ഓർത്തോണം, 16 പ്രാവശ്യം അപ്പോക്രിഫൽ പുസ്തകത്തിൽ നിന്ന് എടുത്തപ്പം 757 പ്രാവശ്യം ഗോസ്പൽ ഓഫ് മാത്യു എടുത്തിട്ടുണ്ട്. വ്യത്യാസം പിടികിട്ടിയോ? അവിടെ നിന്ന് തന്നെ ഓർത്തോണം, വളരെ ഉയർന്ന നിലയിലാണ് കാനോനിക്കൽ ബുക്സിനെ അവർ കണ്ടിരുന്നത്. പിന്നെ നാം മനസ്സിലാക്കേണ്ടത്, നൈസിയൻ കൗൺസിലോ ചർച്ച് കൗൺസിലോ ഒന്നും അല്ല ബൈബിളിൽ തന്നത്. അത് ഓർത്തോണം. അടുത്ത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ഫാക്ട്, ചില പുസ്തകങ്ങളെ സംബന്ധിച്ച് ഡിസ്അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അതൊരു ഫാക്റ്റാണ്. 2 പീറ്റർ, 2 and 3 ജോൺ, ജെയിംസ്, ജൂഡ്, പ്രധാനമായിട്ട് ഈ 5 പുസ്തകങ്ങളെ സംബന്ധിച്ചാണ്. ബുക്ക് ഓഫ് റെവലേഷനെ സംബന്ധിച്ച് ഗായോസ് മാത്രമാണ് ഒരു പ്രധാന കാര്യം പറയുന്നത്. ഗായോസ്, വേറെ ആരും ആ പുസ്തകത്തെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നില്ല. 4th സെഞ്ചുറിയിൽ ചില ആളുകൾ അതിന്റെ ഓതർഷിപ്പിനെയോ അതിന്റെ ഫിഗറേറ്റീവ് ലാംഗ്വേജിനെയോ ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ലീവ് ഇറ്റ്, അതൊന്നും നമ്മുടെ വിഷയമുള്ള കാര്യമല്ല. ഇത്തരം കാര്യം മനസ്സിലുണ്ടല്ലോ. ഇനിയും അടുത്ത ഒരു പ്രധാനപ്പെട്ട ഫാക്ട്, അതാണ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങാനായിട്ട് പോകുന്നത്. ഏർലി ക്രിസ്ത്യൻസ് ബിലീവ്ഡ് ദാറ്റ് കാനോനിക്കൽ ബുക്സ് വെയർ സെൽഫ് ഒതന്റിക്കേറ്റിംഗ്. ഇത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. സ്ക്രിപ്ചറിൽ തന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ഏർലി ക്രിസ്ത്യൻസ് ബിലീവ് ദാറ്റ് കാനോനിക്കൽ ബുക്സ് ആർ സെൽഫ് ഒതന്റിക്കേറ്റിംഗ്. ഏർലി ക്രിസ്ത്യാനികൾ 27 പുസ്തകങ്ങൾ അതിൽ തന്നെ ആധികാരികമാണെന്ന് വിശ്വസിച്ചിരുന്നു. സെൽഫ് ഒതന്റിക്കേറ്റിംഗ്. ചില വാക്കുകൾ ഒരിക്കലും മറന്നു പോകരുത്. അതിനകത്തൊരു വാക്കാണ് സെൽഫ് ഒതന്റിക്കേറ്റിംഗ്, അപ്പോസ്തോലിക് മാർക്ക്. അതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു നമ്മുടെ ഇടയിൽ ഓർഡിനേഷൻ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ഓർഡിനേഷൻ. ആ ഓർഡിനേഷന്റെ സിമ്പിൾ അർത്ഥം, സഭയ്ക്ക് ഒരാള് ശുശ്രൂഷകനാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഒരാൾ വിളിയുള്ള ആളാണ്. ആ വ്യക്തിയെ സഭ ദൈവവചനം പഠിക്കാനായിട്ട് അയക്കുന്നു, അല്ലെങ്കിൽ സഭ ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തപ്പെട്ട ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. അദ്ദേഹം ശുശ്രൂഷകനായിട്ട് അദ്ദേഹത്തെ കൈവച്ച് പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നു. ദിസ് ഈസ് നമ്മുടെ ഓർഡിനേഷൻ. അതല്ലേ നമ്മുടെ ഓർഡിനേഷൻ? അതെ, അങ്ങനെയാണ് ഓർഡിനേഷൻ ചെയ്യേണ്ടത്. അതാണ് ബിബ്ലിക്കൽ എവിഡൻസ്. എന്നാൽ നിങ്ങൾ കേട്ടേക്കുന്ന ഒരു സെന്റൻസ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കേട്ടേക്കുന്ന ഒരു സെന്റൻസ് ഉണ്ട്. അപ്പോസ്തോലിക സഭകൾ എന്ന് വെറുതെ പറയുന്ന സഭകൾ. കാരണം ഈ 27 പുസ്തകത്തിലുള്ള എന്തേലും കാര്യം അവരുടെ കയ്യിലുണ്ടോ? എന്തേലും ഒരു കാര്യം?
ഒരെണ്ണം പോലും ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിൽക്കട്ടെ. ഇവര് പറയുന്നത് പത്രോസിന്റെ കൈവെപ്പിന്റെ മുറിയാത്ത ചങ്ങല, ആ വാക്കാണ്, മുറിയാത്ത കണ്ണി ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന്റെ തലമേ വരെ ഉണ്ട്. ഇത് പറഞ്ഞൊപ്പിക്കുന്നത് പത്രോസിനുള്ള അതേ അധികാരം ഞങ്ങളുടെ പോപ്പിനും പോപ്പിന്റെ കീഴിലുള്ളവർക്കും ഉണ്ടെന്ന് പറയിക്കാനായിട്ടാണ് ഈ കാര്യം പറയുന്നത്. എന്തിനത് പറയിക്കുന്നത്? പാപങ്ങളായ വിശ്വാസികളെ അവരുടെ ചങ്ങലയിൽ കൊളുത്തിയിടാൻ ഈ ഒരു മാർഗമേ ഉള്ളൂ. വിശ്വാസികൾ നിഷ്കളങ്കരാണ്, പാവങ്ങളാണ്. കത്തോലിക്കിലെ അച്ഛന്മാരെയൊക്കെ അവർ വിളിക്കുന്നുണ്ടല്ലേ, പിതാവേന്നേ വിളിക്കുള്ളൂ, പിതാവേന്നേ അവർ വിളിക്കത്തുള്ളൂ. നല്ലതാണ്. പക്ഷെ അതവർ ഡോമിനേറ്റ് ചെയ്ത് ഈ പാവങ്ങളെ കളിപ്പിക്കുകയാണ്, നിഷ്കളങ്കരായ വിശ്വാസികളെ കളിപ്പിക്കുകയാണ്. നമുക്കിനിയും അങ്ങനെയാണെങ്കിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2-ാം നൂറ്റാണ്ടിലെ സഭ, 1-ാം നൂറ്റാണ്ടിലെ സഭ എങ്ങനെയായിരുന്നു, സ്ക്രിപ്ചറിനെ എങ്ങനെയാണ് കണ്ടതെന്നുള്ളത് വി ഹാവ് റിട്ടൺ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ട്. 2-ാം നൂറ്റാണ്ടിലെ സഭ, അല്ലെങ്കിൽ ആ സഭയിലെ ബിഷപ്പുമാര്, ബിഷപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റർ എന്നാണ് കേട്ടോ, ബിഷപ്പുമാര് സ്ക്രിപ്ചറിനെ സെൽഫ് ഒതന്റിക്കേറ്റഡ് സ്ക്രിപ്ചർ ആയിട്ടാണോ കണ്ടത്? അതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. സെൽഫ് ഒതന്റിക്കേറ്റഡ് സ്ക്രിപ്ചർ ആയിട്ടാണോ കണ്ടത്? അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പള്ളി ഓർത്തഡോക്സ് സഭകളുടെ, കത്തോലിക്ക സഭകളുടെ പഠിപ്പിക്കലനുസരിച്ച് പത്രോസിന്റെ കൈവപ്പ്, അതൊക്കെ ഈ കൈവപ്പൊക്കെ പറയാനായിട്ട് പോയി ഞാൻ വിഷയം മാറിപ്പോകും, അതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. കൈവപ്പ് എന്ന് പറഞ്ഞാല് 12 പേരെ പത്രോസിന് കൈവെക്കാം, 12 പേരെ കൈവെക്കാം. ഈ 12 പേർക്കും 12 വീതം ശിഷ്യന്മാരാകാം. കഥ പോകുന്ന കണ്ടോ? ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കുന്നെന്നുള്ളതാണ് എനിക്ക് അറിയാൻ പാടില്ലാത്ത. ഈ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ടല്ലോ. ജീസസിന് 12 ഡിസൈപ്പിൾസ് ഉണ്ടായിരുന്നു. ഈ 12 പേർക്കും 12 വീതം ഡിസൈപ്പിൾസിന് എടുക്കാം, 12 പേർക്ക് കൈവെപ്പും കൊടുക്കാം. അങ്ങനെ ഈ കൈവെപ്പ് ഇങ്ങനെ ഇടമുറിയാതെ പോകുന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിനകത്ത് കൈവെപ്പ് എന്നൊരു വാക്യം കൊടുക്കുക. അത് ഏത് കൈവെപ്പാന്ന് അവിടെ നിന്നുകൊണ്ട് ആർക്കും തെളിയിക്കാൻ പറ്റിയാലെന്ന് വേദപുസ്തകത്തിന്റെ എക്സ്പോസിറ്ററി സ്റ്റഡി നടത്തുന്ന എല്ലാ പാസ്റ്റേഴ്സിനോടും ചോദിച്ചേക്കണം. നല്ലപോലെ വേദപുസ്തകം പഠിക്കുന്നവര് നിർജീവ പ്രവൃത്തികളെ സംബന്ധിച്ചുള്ള മാനസാന്തരം, സ്നാനങ്ങളെ കുറിച്ചുള്ള അറിവ്, നിത്യശിക്ഷാവധി, ഈ കാര്യങ്ങൾ സംതിങ് ടോക്കിംഗ് അബൌട്ട് ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്നാണ് കൂടുതൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് പറഞ്ഞിട്ട് ന്യൂ ടെസ്റ്റ്മെന്റ് വ്യാഖ്യാനത്തിലേക്ക് വരുന്നു എന്നാണ് ഓൾമോസ്റ്റ് ഓൾ ദ റിഫോംഡ് തിയോളജിയൻസിന്റെ ഇന്റർപ്രിട്ടേഷൻ. അങ്ങനെയാണ്. ഞാനിപ്പോ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. അത് ആവശ്യമാണെങ്കിൽ നമുക്ക് അതിന് ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമുള്ള കാര്യം അല്ല. ശ്രദ്ധിച്ചോളൂ. ഇവര് പറഞ്ഞു വരുന്ന കഥ ഇതാണ്. എന്റെ സൗണ്ട് കേൾക്കാവോ? എന്താ ടെമ്പററി അൺമ്യൂട്ടഡ് എന്ന് പറഞ്ഞു? കേൾക്കാം. ഇപ്പം മ്യൂട്ടാ, ഇപ്പം സംഭാഷണം മ്യൂട്ടാ. കേൾക്കാമോ? ഓക്കെ. എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? കുഴപ്പമില്ല. ശ്രദ്ധിച്ചോളൂ. ഇവര് പറഞ്ഞു വരുന്ന കണക്കനുസരിച്ച് പീറ്റർ പറഞ്ഞ അതേ അതോറിറ്റി അടുത്ത കൈവപ്പുള്ളവർക്കും ഉണ്ട്. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, അതുകൊണ്ടാണ് അവർ പറയുന്നത് അപ്പോസ്തലന്മാര് എഴുതി തന്ന പ്രമാണം പോലെ ഞങ്ങളുടെ പോപ്പ് പറയുന്നതും ആധികാരികമാണ് എന്ന് പറഞ്ഞാൽ ഈക്വൽ വിത്ത് സ്ക്രിപ്ചർ. ഈക്വൽ എന്ന് മാത്രമല്ല, പറഞ്ഞു വരുമ്പോ ഈക്വാലിറ്റി ആണെങ്കിലും കാര്യം നോക്കിയാൽ സ്ക്രിപ്ചർ അതിന്റെ അടിയിലേ വരുന്നുള്ളൂ. അതാണൊരു സത്യം. കാരണം ഞങ്ങളാണ് തീരുമാനിക്കുന്നത് എങ്ങനെ വ്യാഖ്യാനിക്കണം, എങ്ങനെ ചെയ്യണം. പക്ഷെ നമുക്കൊരു കാര്യം അറിയാൻ, നമുക്കിത് എങ്ങനെ മനസ്സിലാക്കണം. എന്റെ ഭാഷ എനിക്ക് ഒത്തിരി ലിമിറ്റഡ് ആണ്. ഇത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയാൻ മേല. ഞാനൊന്ന് ശ്രമിക്കാം, ദൈവകരുണയിൽ ശ്രമിക്കാം. 2-ാം നൂറ്റാണ്ടിലെ ദൈവദാസന്മാരുടെ ചില വാചകങ്ങൾ നമ്മൾ എടുത്താൽ അവര് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ അപ്പോസ്തലന്മാരെ പോലെ അല്ല. അതിന്റെ അർത്ഥം തന്നെ വി ആർ നോട്ട് ഈക്വൽ വിത്ത് അപ്പോസ്റ്റൽസ്. അവർ റൈറ്റിംഗ്സ് ആർ നോട്ട് ഈക്വൽ വിത്ത് സ്ക്രിപ്ചർ.
our authority is not equal with apostles. We have a direct testimony from the church fathers and apostolic fathers. ഇപ്പം ഞാനല്ല എന്ന് പറഞ്ഞിട്ട് ഞാനാണെന്ന് മറ്റൊരാൾ പറയുന്നതിനകത്ത് ഇപ്പൊ ഞാൻ തന്നെ പറയാം ഞാനല്ല, എനിക്കതില്ല. വേറൊരുത്തം പറയും അത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതാണ് വിശ്വസനീയം? ഞാൻ പറയുന്നതാണ് വിശ്വസനീയം. കോർട്ടിൽ പോയാൽ ഏതാണ് വിശ്വസനീയം? ഞാൻ പറയുന്നതാണ് വിശ്വസനീയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പോസ്തലന്മാരുടെ എഴുത്ത് പോലെ തന്നെയായിരുന്നോ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ പോലെ തന്നെയായിരുന്നു 2-ാം നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാര്? അപ്പോസ്തലന്മാരുടെ എഴുത്ത് പോലെ തന്നെയായിരുന്നോ 2-ാം നൂറ്റാണ്ടിലെ സഭാപിതാക്കന്മാരുടെ എഴുത്തുകൾ എന്ന് ഞാനൊരു വളരെ പെട്ടെന്നൊരു 3-4 കാര്യം ഒന്ന് പറയാം. അത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. അതിനൊരു ഹെഡിങ് ഇടാം, വേർ ദ ചർച്ച് ഫാദേഴ്സ് ഇൻസ്പയർഡ് in the same way as scripture. Where the church fathers inspired in the same way as scripture. എഴുതിയോ? അല്ലെങ്കിൽ സഭാപിതാക്കന്മാര് സ്ക്രിപ്ചറിനെ പോലെ തന്നെ ദൈവശ്വാസീയത ഉള്ളവരായിരുന്നു, അവരുടെ എഴുത്തുകൾക്ക് ആ ഇൻസ്പിരേഷൻ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഇത് ചിന്തിച്ചാൽ തന്നെ ഈക്വൽ അതോറിറ്റിയെ പറ്റി നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുമ്പോൾ തന്നെ അറിയാം, കൈവപ്പെന്നുള്ള കള്ളത്തരം നമുക്ക് ഇവിടെ തീർക്കാനായിട്ട് പറ്റും. വളരെ എളുപ്പമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇവിടെ ദൈവദാസന്മാരെ പശുവിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സത്യം എവിടെയുണ്ടോ അത് അനുസരിക്കണമെന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ. കൈവപ്പെന്ന് പറയുന്നത് സത്യമായിരുന്നെങ്കിൽ 100% അത് പഠിപ്പിക്കണം, 100% അത് പഠിപ്പിക്കണം. അതിനകത്ത് ഒരു കൺസെഷനും ഇല്ല. ഇപ്പം ഞങ്ങൾ പിടിച്ചോണ്ട് വെച്ചിരിക്കുന്ന മുയലിന് 4 കൊമ്പ് അങ്ങനൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഈ കാര്യങ്ങൾ വിശാലമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും തീരുമാനിച്ചിട്ട് സ്ക്രിപ്ചർ സെൽഫ് ഒതന്റിക്കേറ്റഡ് ആണെന്ന് ബോധ്യമായതുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത്. മറ്റാരും പറഞ്ഞുകൊണ്ടല്ല, ഞങ്ങൾക്കത് ബോധ്യമായതുകൊണ്ടാണ്. ഇല്ലാത്ത നുണയെല്ലാം കൂടെ പറഞ്ഞ് എന്തിനാണ് ഈ ഭൂമി ജീവിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് നോക്കാം ഈ ചർച്ച് ഫാദേഴ്സിന്റെ റൈറ്റിങ്സ് എത്രമാത്രം അതോറിറ്റേറ്റീവ് ആയിരുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇവര് ചർച്ച് ഫാദേഴ്സും അപ്പോസ്റ്റലിക് ഫാദേഴ്സും ഞാൻ പറഞ്ഞില്ല അതിന്റെ വ്യത്യാസം എന്നാണ്. ഞാനൊരു പക്ഷേ ചർച്ച് ഫാദേഴ്സ് എന്നായിരിക്കും പറയുന്നത്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതി. നമുക്കറിയാം ഏറ്റവും ആദ്യം മെൻഷൻ ചെയ്യാവുന്ന ഒരു പേര് ക്ലെമന്റ് ആണ്. ക്ലെമന്റ് ഓഫ് റോം ആണ്. ക്ലെമന്റ് ഓഫ് റോം. ആ ക്ലെമന്റിനെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിനകത്തെ ക്ലെമന്റ് ആണെന്നാണ് കാത്തലിക് ഇന്റർപ്രിട്ടേഷൻ. ബട്ട് വി ഹാവ് നോ എവിഡൻസ്. നമ്മൾ അതിനെപ്പറ്റി ഒരു കൃത്യമായ ഒരു രേഖയില്ല. ഇനിയാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല, അതൊരു പ്രശ്നമുള്ള കാര്യമേ അല്ല. ക്ലെമന്റിനെ പറ്റി പറയുന്ന കാര്യം നോക്കണം. ക്ലെമന്റിനെ പറ്റി പറയുന്ന കാര്യവും ക്ലെമന്റ് മറ്റ് അപ്പോസ്തലന്മാരെ പറ്റി പറയുന്ന കാര്യവും, അല്ലെങ്കിൽ മറ്റ് അപ്പോസ്തലന്മാരെ പറ്റി പറയുന്ന വാചകങ്ങൾ ശ്രദ്ധിച്ചാൽ ക്ലെമന്റിന്റെ എസ്റ്റിമേഷൻ തന്നെ പറ്റിയുള്ളത് മനസ്സിലാക്കാം. റൈറ്റ്? ശ്രദ്ധിച്ചോളൂ. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സെന്റൻസ് ആണ്. ക്ലെമന്റ് തന്റെ ലെറ്ററിനകത്ത് എഴുതുകയാണ്, ടേക്ക് അപ്പ് ദ എപ്പിസൽ ഓഫ് ദാറ്റ് ബ്ലസ്സഡ് അപ്പോസ്റ്റൽ പോൾ. സഭയോട് പറയുകയാണ്, പൗലോസിന്റെ ലേഖനങ്ങളെ, അല്ലെങ്കിൽ ബ്ലസ്സഡ് അപ്പോസ്റ്റൽ പോളിന്റെ ലേഖനങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുക. എന്തുകൊണ്ട് ഉപയോഗിക്കണം? എന്തുകൊണ്ട് അപ്പോസ്റ്റൽസിന്റെ ലേഖനങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അടുത്ത സെന്റൻസ് ഇതാണ്: The apostles received the gospel for us from the Lord Jesus Christ. Jesus, the Christ, was sent from God. The Christ, therefore, is from God, and the apostles from the Christ. ഈ സെന്റൻസ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ക്ലെമന്റ് തന്നെ പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് ബ്ലസ്സഡ് ആണ്. ബ്ലസ്സഡ് അപ്പോസ്റ്റൽസിന്റെ ലേഖനങ്ങൾ നിങ്ങൾ എടുക്കുക. പിതാവിൽ നിന്ന് പുത്രൻ വന്ന പോലെ പുത്രനിൽ നിന്ന് വന്നവരാണ് അപ്പോസ്തലന്മാർ. അവരാണ് നമുക്ക് സുവിശേഷം കൈമാറിയത്. ആ സെന്റൻസിൽ തന്നെ നമുക്കറിയാം ക്ലെമന്റിനേക്കാൾ സീരിയസ് ആയിട്ട് കണ്ടത് ആരെയാണ്? അപ്പോസ്റ്റൽസ്. സിമ്പിൾ ലോജിക്കല്ലേ? അപ്പോസ്റ്റൽസ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നാ? ഐ ആം നോട്ട് ഈക്വൽ വിത്ത് ദം. ഞാൻ ക്രിസ്തുവിൽ നിന്ന് വന്നതല്ല. ദേ ആർ ഫ്രം ക്രൈസ്റ്റ്. അതിന്റെ കമ്പാരിസൺ നോക്കിയേ.
പിതാവിൽ നിന്ന് ക്രിസ്തു വന്ന പോലെ ക്രിസ്തുവിൽ നിന്ന് അപ്പോസ്തലന്മാർ അവർ നൽകിയ സുവിശേഷം അതാണ് എടുക്കേണ്ടത്. പോൾ ദ ബ്ലെസ്സഡ് അപ്പോസ്റ്റൽ. അന്നേരം ഈക്വൽ അതോറിറ്റി അല്ലെന്ന് അവർ തന്നെ പറയുകയാണ്. റൈറ്റ്. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അപ്പോസ്തലന്മാരെ പറ്റി അദ്ദേഹം ക്ലെമന്റ് പറഞ്ഞേക്കുന്ന അടുത്തൊരു കാര്യം, തന്റെ ലെറ്ററിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, അപ്പോസ്റ്റൽസിനെ പറ്റി പറഞ്ഞേക്കുക, ദ ലെറ്റർ റെഫേഴ്സ് ടു ദ അപ്പോസ്റ്റൽസ് ആസ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് റൈച്ചസ് പില്ലേഴ്സ് ഓഫ് ദ ചർച്ച്. അപ്പോസ്റ്റൽസിന്റെ എഴുത്തിനെ അവരുടെ ആ അപ്പോസ്തലന്മാരെ പറ്റി പറഞ്ഞേക്കുകയാണ്, ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് റൈച്ചസ് പില്ലേഴ്സ് ഓഫ് ദ ചർച്ച്. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിലെ സൺഡേ സ്കൂൾ പുസ്തകത്തിൽ നിന്നല്ല റെഫറൻസ്, ക്ലെമന്റിന്റെ ബുക്കിൽ തന്നെയാണ് റെഫറൻസ്. 2nd സെഞ്ചുറിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്ലെമന്റിന്റെ അതിനുശേഷം കൈയെഴുത്ത് പ്രതി മാറി മാറി വന്ന നമ്മുടെ കയ്യിലുള്ള ട്രാൻസ്ലേഷനിൽ നിന്നാണ് നമ്മൾ റെഫറൻസ് പറയുന്നത്. ഈ ഒരു ഒറ്റ സെന്റൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകത്തില്ലേ അപ്പോസ്തലന്മാരും ക്ലെമന്റും തമ്മിലുള്ള അധികാരത്തിന്റെ വ്യത്യാസം? അയ്യോ, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം കൂടെ വേണം മുന്നോട്ട് പോകണമെങ്കിൽ. ഒന്ന് തലയാട്ടിക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ നേരത്തെ ഇടയ്ക്ക് പറയാറുണ്ട്, അംഗീകരിച്ചേ പോവൂ, വിയോജിപ്പുണ്ടെങ്കിൽ പറയണമെന്നൊക്കെ ഞാൻ പറയാറുണ്ട്. സത്യമല്ലയോ? നോട്ട് ഈക്വൽ. അതുകൊണ്ടല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ വേദപുസ്തകം പഠിപ്പിക്കാൻ നേരത്തെ പറയുന്നത് 1ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ ഇന്ന് ഇല്ലെന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ദേ ആർ യുണീക്ക്. ഇന്ന് അപ്പോസ്തലന്മാരുണ്ടോന്ന് ചോദിച്ചാൽ പുതിയ സ്ഥലങ്ങളിൽ പോയി വേല തുടങ്ങുന്നു എന്ന അർത്ഥത്തിൽ അപ്പോസ്റ്റൽസ് ഉണ്ട്. അതിന്റെ തിയോളജിയന്മാര് പറയും അവർ അതിശ്രേഷ്ഠ അപ്പോസ്തലന്മാരായിരുന്നു, നമ്മൾ ഈ ഓർഡിനറി അപ്പോസ്റ്റൽസ് ആണെന്ന് പറയാറുണ്ട്. മനസ്സിരുന്നോട്ടെ, ഓർഡിനറി അപ്പോസ്റ്റൽസ് കേട്ടോ, അവിടെ പോയി വേല തുടങ്ങുന്നു. അന്നേരം ക്ലെമന്റിന്റെ കാര്യം നമുക്ക് മനസ്സിലായി. ഇവരൊക്കെയാണ് വെരി ഫേമസ് ഫിഗേഴ്സ് ഇൻ ദ ബിഗിനിങ് ഓഫ് 2nd സെഞ്ചുറി. സെക്കൻഡ്, ഇഗ്നേഷ്യസ് തന്നെ പറയുകയാണ്, ഐ ആം നോട്ട് ഈക്വൽ വിത്ത് അപ്പോസ്റ്റൽസ്. അതായത് പത്രോസിന്റെ കൈവപ്പ് നേരിട്ടുണ്ടെന്നാണ് പറയുന്നത്. പത്രോസിന്റെ കൈവപ്പ് നേരിട്ടുണ്ടെങ്കിൽ പത്രോസിന് ഇഗ്നേഷ്യസിന് ഒരേ അധികാരം വേണം, ഒരേ അധികാരം. ഇഗ്നേഷ്യസ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വായിച്ചേൽപ്പിക്കാം. ഇത് ഈ സെന്റൻസുകൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, പക്ഷെ ഈ കോണ്ടെക്സ്റ്റ് ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഈ കാര്യം ഓർത്തിരിക്കേണ്ടത്. ഇഗ്നേഷ്യസ് പറയുകയാണ്, the Lord did nothing apart from the Father, neither on his own nor through the apostles. എന്ന് പറഞ്ഞാൽ അതിനെ മൊത്തമായിട്ട് എടുക്കണ്ട, അപ്പോസ്തലന്മാരിലൂടെ അല്ലാതെ കർത്താവ് ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നാണ് താൻ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് ഈ അപ്പോസ്തലസിനെ പറ്റി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ്, തന്റെ അതോറിറ്റിയും, അല്ലെങ്കിൽ ഞാൻ അതിനൊന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് പറയാം. Ignatius goes out of his way to distinguish on authority as a bishop from the authority of the apostles. എന്ന് പറഞ്ഞാൽ താനൊരു ബിഷപ്പാണ്, ഇഗ്നേഷ്യസ് ബിഷപ്പാണ്. തന്റെ അധികാരത്തെയും അപ്പോസ്തലന്മാരുടെ അധികാരത്തെയും തമ്മിൽ അദ്ദേഹം ഡിസ്റ്റിങ്വിഷ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു സെന്റൻസ് ആണ്, നമ്മളിത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്, ഐ ആം നോട്ട് commanding you as Peter and Paul did. എന്താണ് അർത്ഥം? സെയിം അതോറിറ്റി അല്ലെന്നാണ് അർത്ഥം. ഐ ആം നോട്ട് എൻജോയിനിങ് എന്നുള്ള വാക്ക് ENJOINING, enjoining or commanding you as Peter and Paul did. They were apostles, I am condemned. കണ്ടംഡ് എന്നുള്ളതിനെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് ഞാൻ അപവാദി എന്നാണ്. അപവാദി. ഇഗ്നേഷ്യസും പറയുകയാണ്, they were apostles, they are from the Lord Jesus, they are commanding, but I am not enjoining you as Peter and Paul did. They were apostles, I am condemned. ഇനി നിങ്ങൾ പറഞ്ഞ ഈക്വൽ ആയിരുന്നോ? ഈക്വൽ അതോറിറ്റി ആയിരുന്നോ? നോ. കൈവെപ്പ് ഇനി ഉണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ചാലും ഈക്വൽ അതോറിറ്റി ഉണ്ടോ? നോ. കൈവെപ്പില്ല. കൈവെപ്പുണ്ട്, ആ കൈവെപ്പില്ല. 2, ഇഗ്നേഷ്യസിനെ കിട്ടിയല്ലോ. 3,
ജസ്റ്റിൻ മാർട്ടിയർ അദ്ദേഹം അപ്പോസ്തലന്മാരെ പറ്റി പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ഫോർ ഫ്രം ജെറുസലേം where went out into the world men 12 in numbers by the power of God. They proclaimed to every race of men that they were sent by Christ to teach to all the word of God. അദ്ദേഹം തന്നെ പറയാണ് 12 പേരെ ലോകത്തിന്റെ രക്ഷയുടെ സുവിശേഷവുമായിട്ട് ദൈവം അയച്ചു. ആ വാക്കിൽ നിന്ന് തന്നെ ആ 12 പേർക്ക് ഒരു സ്പെഷ്യാലിറ്റി അല്ലേ? 12 പേരെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഗോസ്പൽസ് ആസ് ദ റിട്ടൺ എംബോഡിമെന്റ് ഓഫ് അപ്പോസ്റ്റോളിക് ട്രഡീഷൻ. അപ്പോസ്റ്റോലിക പാരമ്പര്യത്തിന്റെ റിട്ടൺ ആണ് ഗോസ്പൽസ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. ഫോർ ദ അപ്പോസ്റ്റൽസ് ഇൻ ദ മെമ്മറീസ് കമ്പോസ്ഡ് ബൈ ദം which are called gospels, how thus delivered unto us what was enjoined upon them. നമുക്ക് പറഞ്ഞു തന്നത് അവരുടെ മേൽ ഭരമേൽപ്പിച്ച കൽപ്പനകളാണെന്നാണ് പറഞ്ഞത്. ഈ ജസ്റ്റിൻ മാർട്ടിയർ അപ്പോസ്തലന്മാരുടെ അധികാരത്തെയും ശുശ്രൂഷയും അവരുടെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ട കൽപ്പനയുടെയും കാര്യം പറയുന്നതിന്റെ പശ്ചാത്തലത്തിൽ അറിയാം, ജസ്റ്റിൻ മാർട്ടിയർക്ക് ബോധ്യം ഉണ്ടായിരുന്നു, ഞാൻ not equal with Peter and Paul. 3 എക്സാമ്പിൾ പോലെ. ഇനി നമുക്ക് ഐറേനിയസിന്റെ കാര്യം കൂടെ നോക്കാം. അദ്ദേഹമാണല്ലോ ഒരു ഗ്രേറ്റ് ഫിഗർ. ഐറേനിയസ് പറഞ്ഞ കാര്യം അപ്പോസ്തലന്മാരെ പറ്റി പറഞ്ഞൊരു കാര്യമാണ്. അത് ഇനിയും നിങ്ങള് പുസ്തകങ്ങൾ കിട്ടാമെങ്കിൽ വായിച്ചു നോക്കുകയുള്ളൂ. പോളികാർപ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പാപ്പിയാസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിരവധിയുണ്ട്, പക്ഷെ എനിക്ക് സമയമില്ല. ഐറേനിയസ് പറഞ്ഞൊരു കാര്യം, ന്യൂ ടെസ്റ്റ്മെന്റ് എന്നുള്ളത് അപ്പോസ്റ്റോലിക് ടീച്ചിങ്, അപ്പോസ്റ്റോലിക് ട്രഡീഷന്റെ റിട്ടേൺ ഫോം ആണെന്നാ പറഞ്ഞത്. അപ്പോസ്റ്റോലിക് ടീച്ചിങ്ങിന്റെ റിട്ടേൺ ഫോം. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ വായിച്ചു കേൾപ്പിച്ചാണ്. വി ഹാവ് ലേൺ ഫ്രം നൺ അതർ ദാൻ ദ പ്ലാൻ ഓഫ് അവർ സാൽവേഷൻ ദാൻ ഫ്രം those through whom the gospel has came down to us, which they did at one time proclaim in public, and at a later period by the will of God handed down to us in the scripture to the ground and pillar of our faith. എന്ന് പറഞ്ഞാൽ സഭയുടെ അടിസ്ഥാനവും തൂണുമായി അപ്പോസ്തലന്മാർ എഴുതി തന്ന ദൈവവചനമാണ് അതോറിറ്റി. ഇനി ഞങ്ങൾക്ക് ആഡ് ചെയ്യാനൊന്നും പറ്റുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഐറേനിയസ് എഴുതിയത് നോട്ട് ദ ഗ്രൗണ്ട് ആൻഡ് പില്ലർ ഓഫ് ദ ട്രൂത്ത്. ഇഗ്നേഷ്യസ് പറഞ്ഞത് അപ്പോസ്തലന്മാര് പറഞ്ഞ പോലെയല്ല. ക്ലെമന്റ് പറഞ്ഞത് അപ്പോസ്തലന്മാര് പറഞ്ഞ പോലെയല്ല. ജസ്റ്റിൻ മാർട്ടിയർ പറഞ്ഞത് അപ്പോസ്തലന്മാര് പറഞ്ഞ പോലെയല്ല. ദേ ആർ വെരി യുണീക്ക്. അതിന്റെ അർത്ഥം 12 അപ്പോസ്തലന്മാരും അതിനുശേഷം ശുശ്രൂഷയിലേക്ക് വന്നവരും തമ്മിൽ ഈക്വൽ അതോറിറ്റി ആയിരുന്നില്ല എന്ന് അവരവര് തന്നെ പറയുകയാണ്. ഇനിയും കൈവെപ്പിനാൽ സ്ക്രിപ്ചറിന്റെ അതേ ഒതന്റിസിറ്റിയിലാണ് ഞങ്ങളുടെ അല്ലെങ്കിൽ പൗലോസ് പറയുന്നതിന്റെ ഞാൻ ഈ കോട്ട് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത്രേ സമയം പോവുകയില്ലേ, അതാ കുഴപ്പം. നമുക്ക് എനിക്ക് നാളെ കൂടെ സമയമുള്ളൂ. അതുകൊണ്ട് ഇത് റെക്കോർഡിംഗ് ഉണ്ടല്ലോ, ദയവായിട്ട് നിങ്ങൾ എഴുതിയെടുത്താൽ മതി പ്ലീസ്. എനിക്ക് സമയം എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളും മടുക്കും. ഇത് പഠിക്കുമ്പോൾ തന്നെ ഞാൻ മടുത്തിട്ടുണ്ട്, പിന്നെ നിങ്ങളുടെ കാര്യം പറയണം. ആട്ടെ, നമുക്ക് ഐറേനിയസ് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ അത്ര അത്യാവശ്യമാണെങ്കിൽ ഞാൻ എന്നെ മെസ്സഞ്ചറിൽ എനിക്ക് ടെസ്റ്റ് ചെയ്താൽ മതി, ഞാൻ അതിന്റെ ഫോട്ടോ എടുത്ത് വെച്ച്. ശ്രദ്ധിച്ചോളൂ, ഇത്രയും പേര് പറഞ്ഞതനുസരിച്ച് ആ പേഴ്സൺ പറയുകയാണ് ഞങ്ങൾ ഈക്വൽ അല്ലെന്നാ പറഞ്ഞു. പിന്നെ ഇവര് പറയാ ഞങ്ങൾ കൈ വെച്ച് ഈക്വൽ ആക്കി. എങ്ങനെയുണ്ട്? ആര് പറയുന്ന വിശ്വസിക്കുന്നത്? നോ. ഇതിനെക്കായിട്ട് എത്രയോ ഭേദമാണ് വല്ല കഥപുസ്തകം വായിച്ച് മനസ്സിലാക്കുന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അതിന് ഇത്രയും മണ്ടത്തരം എല്ലാം കൂടെ വിശ്വസിക്കുന്നത് എങ്ങനെ? ഈ അണമുറിയാത്ത കാര്യം പറയുമ്പോൾ രസമുണ്ട് കേട്ടോ. അന്ത്യോക്യയിലും റോമിലും മാത്രമേ ഉള്ളൂ ഇടമുറിയാത്ത, ബാക്കി എല്ലായിടത്തും മുറിഞ്ഞു പോയെന്ന് ഇവര് തന്നെ പറയുന്നത്. അതിനെക്കാട്ടും മറ്റൊരു രസം, കോപ്റ്റിക് അലക്സാണ്ട്രിയയിലെ കോപ്റ്റിക് ചർച്ച് AD 43 ജോൺ മാർക്ക് സ്ഥാപിച്ചെന്ന് പറഞ്ഞത്. ജോൺ മാർക്ക്, ഞാൻ ഓർക്ക ജോൺ മാർക്ക് അന്നേരം
ഇവിടെ എന്നാ പറയാ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മേലാത്ത പ്രായമായതേ ഉള്ളൂ ജോൺ മാർക്കിന്. AD 43 നിങ്ങൾക്ക് അറിയാമല്ലോ. ആദ്യത്തെ മിഷണറി യാത്രയിൽ പൗലോസിന്റെ കൂടെ പോയ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ആദ്യത്തെ മിഷണറി യാത്രയ്ക്ക് അന്ത്യോക്യയിലെ സഭ തുടങ്ങുന്നതിന് മുമ്പ് ജോൺ മാർക്ക് അവിടെ പോയി സഭ സ്ഥാപിച്ചെന്നൊക്കെയാണ് കഥ. ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കുന്ന? പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? ആട്ടെ, നമുക്ക് അന്നേരം ഒരു കാര്യം പിടിയിട്ടില്ലോ. ഒന്ന് പറഞ്ഞു നോക്കിയേ. ക്ലമന്റ്, ഇഗ്നേഷ്യസ്, ജസ്റ്റിൻ മാർട്ടിയർ, പാപ്പിയാസ്, പോളികാർപ്പ്, ഐറേനിയസ്, ഇവര് തന്നെ പറയുകയാണ് വി ആർ നോട്ട് ഈക്വൽ വിത്ത് അപ്പോസ്റ്റൽസ്. അവർ റൈറ്റിംഗ്സ് ആർ നോട്ട് ഈക്വൽ വിത്ത് അപ്പോസ്റ്റൽസ്. ദേ ആർ ഫ്രം ഗോഡ്. ദേ ആർ ഹാൻഡഡ് ഡൗൺ ദ സ്ക്രിപ്ചർ വിച്ച് ദേ റിസീവ്ഡ് ഫ്രം ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുമായിരുന്നെങ്കിൽ ആരെങ്കിലും കർത്താവിനെ വിട്ട് പോവായിരുന്നോ? ആരെങ്കിലും പോയി പിതാവേ എന്ന് വിളിക്കുമായിരുന്നോ? നിങ്ങൾ പറഞ്ഞു ഈ പിതാവേ എന്ന് വിളിക്കുന്നത് മാമോദീസായാലാണ് ഞങ്ങളെ വീണ്ടും ജനിപ്പിച്ചത് ഈ അച്ഛനാണെന്നും പറഞ്ഞാണ് ഈ പിതാവെ വിളിക്കുന്നത്. വേദപുസ്തകം ഒരിക്കലെങ്കിലും വായിച്ചിട്ടുള്ളവർക്കറിയാം മാമോദീസായാലല്ല വീണ്ടും ജനനം നടക്കുന്നതെന്നുള്ള കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും പോകുന്നില്ല. ഈ അങ്ങനെ മാമോദീസായാലാ വീണ്ടും ജനനം നടക്കുന്നത്, ഈ കുർബാനയാലാണ് നിത്യജീവൻ ഉണ്ടാകുന്നതെന്നൊക്കെ പഠിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം എന്നാന്ന് അറിയാമോ? ബൈ വർക്ക് സാൽവേഷൻ എന്നുള്ള റോമൻ കാത്തലിക്കിന്റെ കൾട്ടാണ്. കൃപയാൽ വിശ്വാസം മൂലം രക്ഷ. ഒരു പ്രവൃത്തിയും കാരണമല്ല. സ്നാനപ്പെട്ടത് കൊണ്ടോ കർത്തൃമേശ എടുത്തത് കൊണ്ടോ അല്ല നിത്യജീവൻ. ബൈ ഗ്രേസ് അലോൺ, ത്രൂ ഫെയ്ത്ത്. ഞങ്ങൾ ഡിസ്കസ് ചെയ്ത വിഷയമാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിനകത്തുനിന്ന് എന്നെ തിന്നുന്നവന് എൻ മൂലം ജീവിക്കും. ആ വാക്യം എടുത്തിട്ടാണ് കുർബാന നടത്തുന്നത്. നമ്മുടെ ഇടയിലും ജോൺ 6 വായിക്കുന്നവരുണ്ട്. നിർത്തിയേക്കണം കേട്ടോ. ദാറ്റ് ഈസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ലോർഡ്സ് സപ്പർ, നോട്ട് ടോക്കിംഗ് അബൌട്ട് ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ്. അത് വിശദമായ പഠനം ഞങ്ങളുടെയൊക്കെ ഡിസ്കഷനിൽ കാണും. നിങ്ങൾ അത് കേട്ട് പഠിച്ചാൽ മതി. ദയവായിട്ട് അത് ഉപയോഗിക്കരുത്. അത് വായിച്ചോളൂ, പ്രബോധിപ്പിച്ചോളൂ. അത് കർത്താവിന്റെ മേശയെ പറ്റി പറയുന്ന കാര്യമല്ല. അത് കർത്താവിന്റെ മേശയെ പറ്റി പറയുന്നതാണെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാന ഡോക്ട്രിനെതിരാണ്. അഥവാ തിരുവത്താഴത്താലാണ് വീണ്ടും ജനനം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഹോളി മാസിനാലാണ് വീണ്ടും ജനനം അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, ബൈബിള് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. വേദപുസ്തകത്തിന്റെ അടിസ്ഥാന പഠിപ്പിക്കുന്നതെതിരാണ്. നമ്മുടെ മനസ്സിൽ ആ കാര്യം എപ്പോഴും ഉണ്ടായിക്കൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പലരോടും ചോദിച്ചിട്ട് അവരാരും പിന്നെ ആ വഴിക്ക് വന്നില്ല എന്ന് നമ്മൾ പറയല്ലേ. അത് ഈ കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവര് ഈ അപ്പോസ്തലന്മാരുടെ അവര് തന്നെ പറഞ്ഞ് ഞങ്ങൾ ഈക്വൽ അല്ല. ഇനി ഇവരുടെ എഴുത്തിനെ പറ്റി നമുക്ക് നോക്കാം. ഇവരുടെ എഴുത്തിനെ പറ്റി എല്ലാം പറയാൻ സമയമില്ല. ഞാൻ ഈ പറയാത്ത ആളുകളുടെ എഴുത്തിനെ പറ്റി പറയാം. ഡയോനീഷ്യസ്, അതിന്റെ മലയാളമാണ്. ഇപ്പം ഡയോനീഷ്യസ് എന്ന് പറഞ്ഞ ഒത്തിരി തിരുമേനിമാരുടെ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിന് ഇംഗ്ലീഷ് DIONYSIUS, ഡൈനീഷ്യസ്, ഡയോനീഷ്യസ്, DIONYSIUS. ഇതെല്ലാം ഗ്രീക്ക് നെയിം ആയതുകൊണ്ട് കേട്ടോ നമുക്ക് ബുദ്ധിമുട്ട് പറയാൻ. ഓസ്, എറ്റ് ഇതെല്ലാം ഗ്രീക്കാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. തൻ്റെ എഴുത്തുകളും അപ്പോസ്തലന്മാരുടെ എഴുത്തുകളെ അദ്ദേഹം വിളിച്ചേക്കുന്നത് സ്ക്രിപ്ചേഴ്സ് ഓഫ് ദ ലോർഡ് എന്നാണ് വിളിച്ചേക്കുന്നത്. സ്ക്രിപ്ചേഴ്സ് ഓഫ് ദ ലോർഡ്. തൻ്റെ എഴുത്തുകളെ അദ്ദേഹം വിളിച്ചേക്കുന്നത്, ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുതിയേക്കുന്നതെല്ലാം എന്നോട് ക്രിസ്ത്യൻസ് പറഞ്ഞ് എഴുതി തരണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എഴുതിയേക്കുന്നത്. മൈ ലെറ്റർ ആർ ഇൻഫീരിയർ എന്നാണ് പറഞ്ഞത്. മൈ ലെറ്റേഴ്സ് ആർ ഇൻഫീരിയർ. അത് വിശദമായിട്ട് പറയേണ്ടതാണ്. കുറച്ചേറെ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് ഞാനൊന്ന് ഓടിച്ച് വായിച്ച്, ഇംഗ്ലീഷിലാണ്, ഞാനൊന്ന് ഓടിച്ച് വായിച്ച് കേൾപ്പിക്കാം. Dionysius of Corinth, AD 170, common era, C 170, goes to great lengths to distinguish his own letters from the scriptures of the Lord, lest anyone get the impression he is composing new canonical books. But
why would this concern him if Christians in his own day were equally inspired as the apostles and could produce new scriptures? അദ്ദേഹം പറയാ നോ, അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റിയല്ല. അവർ റൈറ്റിംഗ്സ് ആർ ഇൻഫീരിയർ. അപ്പോസ്റ്റൽസ് റൈറ്റിംഗ്സ് ആർ സ്ക്രിപ്ചേഴ്സ് ഓഫ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ പോപ്പിന്റെ എഴുത്തൂടെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാമോ? നിങ്ങൾ പറഞ്ഞോളൂ. സിമ്പിൾ ആപ്ലിക്കേഷൻ അല്ലേ, വായിക്കാമോ? മാജിസ്റ്റീരിയം ഇതിനോട് ചേർത്ത് വായിക്കാമോ? നോ, ഇൻഫീരിയർ. അതാണ് ആ വാക്ക്, ഇൻഫീരിയർ. Their writings are scriptures of the Lord. അവിടെ തന്നെ കൈവപ്പൊക്കെ പൊട്ടിപ്പോകുന്നുണ്ടോ? ഈക്വൽ അല്ല. വ്യക്തികൾ ഈക്വൽ അല്ല, അവരുടെ റൈറ്റിംഗ്സും ഈക്വൽ അല്ല. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു മൊണ്ടേനിയസ് ഇതിനെതിരെ ആന്റി മൊണ്ടാനിസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയത്തില്ലേ, എൻ്റെ ഒരു ഫേവറേറ്റ് ആളാണ് ആന്റി മൊണ്ടാനിസ്റ്റ്. അദ്ദേഹത്തിന്റെ പേരില്ല കേട്ടോ, ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരില്ല. അദ്ദേഹം ഇച്ചിരി ഭയമൊക്കെ ഉള്ള ആളായിരുന്നു എന്നാ പറയുന്നത്. എങ്കിലും അദ്ദേഹം ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് അമ്പ ചെയ്യുമായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഇതാണ്. ഞാനിപ്പോ ഡയോനീഷ്യസിന്റെ കാര്യം പറഞ്ഞതും ഹിസ്റ്ററി ഓഫ് എക്ലീഷ്യാസ്റ്റിക്കൽ അല്ലെങ്കിൽ ചർച്ച് ഹിസ്റ്ററിക്കകത്ത് ഈസുബിയസിന്റെ പുസ്തകമാണ് കേട്ടോ. ഈസുബിയസിന്റെ ബുക്കാണ്. വോളിയം നമ്പർ 4 ചാപ്റ്റർ 23 വേഴ്സ് 12. വോളിയം നമ്പർ 4 ചാപ്റ്റർ 23 വേഴ്സ് 6. അവിടെയാണ് ഡയോനീഷ്യസ് പറഞ്ഞത് എന്റെ എഴുത്തുകൾ ഇൻഫീരിയർ ആണെന്ന് പറഞ്ഞത്. ആന്റി മൊണ്ടാനിസ്റ്റ് ആയ ഇദ്ദേഹം പറഞ്ഞേക്കുന്നത് ഹിസ്റ്ററി ഓഫ് എക്ലീഷ്യാസ്റ്റിക് വോളിയം നമ്പർ 5 ചാപ്റ്റർ 16 വേഴ്സ് 3. വേഴ്സ് എന്നുള്ള പാരഗ്രാഫ് 3 വേഴ്സ് 3. അവിടെയാണ് ആ റെഫറൻസ് എടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ അടുത്ത കാലത്ത് കുറച്ചാളുകൾ സ്ക്രിപ്ചറിനോട് ചില എഴുത്തുകളൊക്കെ കൂട്ടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവര്? കൂട്ടാൻ പറ്റിയില്ലെന്നല്ലേ? ഞാൻ അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്ന് വായിച്ചേൽപ്പിക്കാം. ഈ റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ ഇത് അനോണിമസ് ക്രിറ്റിക് ഓഫ് മൊണ്ടേനിസം റെക്കോർഡഡ് ബൈ ഈസുബിയസ് ഷെയർസ് this same sentiment when he expresses his hesitancy to produce new written documents out of fear that, അടുത്ത സെന്റൻസ് കേട്ടോളുക, I might seem to some to be adding to the writings or injunctions of the word of the new covenant. It is hard to avoid the sense that he thinks newly published books are not equally authoritative as those written by apostles. Very clearly. ഇതിൽ കൂടുതലൊക്കെ എങ്ങനെയാണ് പറയേണ്ടത്? സിമ്പിൾ അർത്ഥം. early church fathersന്റെ റൈറ്റിംഗ്സ് ഈക്വൽ വിത്ത് അപ്പോസ്റ്റോളിക് ഫാദേഴ്സ്, അപ്പോസ്റ്റോൾസ് ആൻഡ് അപ്പോസ്റ്റോളിക് റൈറ്റിംഗ്സ് ആയിരുന്നു? നെവർ. ഇനിയും ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇപ്പൊ ക്ലെമന്റ് എഴുതിയപ്പോൾ ഞാൻ ഹോളി സ്പിരിറ്റിനാലാണ് എഴുതുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആത്മനിയോഗിതനായിട്ടാണ് എഴുതുന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മൾ അതിന്റെ വൈഡർ കോണ്ടെക്സ്റ്റിൽ എടുത്തിട്ട് എല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോഴും പൗലോസ് ആത്മാവിൽ എഴുതിയ ആ ഈക്വാളിറ്റിയിലല്ല ക്ലെമന്റ് എഴുതിയതെന്ന് തന്റെ ടോട്ടൽ റൈറ്റിംഗ്സിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ അങ്ങനല്ലേ റീഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന്റെ പാഠവും പരിസരവും നോക്കണം, ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് നോക്കണം. ഇത്രയും ഇത് സമയപരിധി കൊണ്ടാണ് ഞാൻ നിർത്തിയേക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയും, വളരെ ഈസി ആയിട്ട് പറയാനായിട്ട് കഴിയും. ഈ അപ്പോസ്തലന്മാരെഴുതിയ അതേ അർത്ഥം, അതേ അധികാരത്തിലായിരുന്നില്ല 2-ാം നൂറ്റാണ്ടിലെ ദൈവദാസന്മാർ എഴുതിയത്. അവർക്കും അതിനുള്ള അധികാരമുണ്ടായിരുന്നില്ല. അന്നേരം ഈക്വൽ റൈറ്റ്സും ഈക്വൽ കൈവപ്പും ഈക്വൽ അധികാരം ഉണ്ടായിരുന്നോ ചരിത്രത്തിൽ? നോ. ഇത് നമ്മള് 2nd സെഞ്ചുറി ക്രിസ്ത്യാനിറ്റിയെ പറ്റി ഒതന്റിക് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചു. ഒരു പുസ്തകം ഒതന്റിക് ആകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്ററിനെ നോക്കുക, 2 പബ്ലിഷിംഗ് കമ്പനി നോക്കുക. മനസ്സിലായോ? ഈ 2 ഒരു ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം വലിയൊരു പബ്ലിഷിംഗ് കമ്പനിയാണ് IVP, സോണ്ടർവർ.
ഇങ്ങനത്തെ പബ്ലിഷിംഗ് കമ്പനികളിൽ ഇപ്പം നമ്മളൊരു സാധാരണ കഥപുസ്തകം എഴുതിയിട്ട് DC ബുക്ക് പബ്ലിഷ് ചെയ്യുമോ? നിങ്ങൾ ചോദിച്ചു. നിങ്ങൾ സാധാരണ DC ബുക്ക് പബ്ലിഷ് ചെയ്യുമോ? ചെയ്യല. അതിന് അതിൻ്റെതായ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു ബുക്ക് അതോറിറ്റേറ്റീവ് ആവണമെങ്കിൽ ഓതറിനെ നോക്കണം, പബ്ലിഷിംഗ് കമ്പനിയെ നോക്കണം. ഇതൊക്കെ സെമിനാറിലൊക്കെ പഠിക്കുകയോ മാസ്റ്റേഴ്സ് ലെവലിൽ പഠിക്കുകയോ ചെയ്തവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം പെട്ടെന്ന് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. കാര്യം ഒരാളൊരു അസൈൻമെന്റ് നോക്കുമ്പോൾ ഏറ്റവും ആദ്യം നോക്കുന്നത് ബുക്ക് ഏതാണ് റെഫർ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്, അതിനെ വാല്യുവേറ്റ് ചെയ്യുന്നത്. ആട്ടെ, ഏതാണ്ടൊക്കെ ഒരു സന്തോഷമായില്ലയോ നമ്മുടെ പുസ്തകത്തെ പറ്റി? പ്രൈസ് ദി ലോർഡ്. ഇനിയും എങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞു നിർത്താം. നമ്മൾ ദ ചർച്ച് ഫാദേഴ്സ് ഇൻസ്പയർഡ് ഇൻ ദ സെയിം വെയർ ദ ചർച്ച് ഫാദേഴ്സ് ഇൻസ്പയർഡ് ഇൻ ദ സെയിം വേ ആ സ്ക്രിപ്ചർ, അതാണ് നമ്മളിപ്പോ നോക്കിയത്. മനസ്സിലായല്ലോ? എല്ലാവർക്കും ഏകദേശം ക്ലിയർ ആയല്ലോ? ഒരു കാര്യം കൂടെ നോക്കുന്നത്, early Christians believed that canonical books were self-authenticating. Early Christians believed that canonical books are self-authenticating. Early Christians എന്ന് പറഞ്ഞാൽ 2nd and 3rd century കേട്ടോ, പ്രധാനമായിട്ട് 2nd century ക്രിസ്ത്യൻസ് വിശ്വസിച്ചു കാനോനിക്കൽ ബുക്സ് ആർ സെൽഫ് ഒതന്റിക്കേറ്റിംഗ്. അവർ വിശ്വസിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് അത് എങ്ങനെ മനസ്സിലാക്കേണ്ടത്? ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ പ്രയാസം ഉണ്ടായ ഒരു സെന്റൻസ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഈ സെന്റൻസ് കേട്ടോണം എല്ലാവരും. പരിശുദ്ധ സഭയുടെ സാക്ഷ്യവും അംഗീകാരവും ഇല്ല എങ്കിൽ ബൈബിൾ ഹാരി പോട്ടർ പോലെ ഒരു പുസ്തകം മാത്രമാണ്. എങ്ങനെയുണ്ട്? ഒരു മാന്യൻ എഴുതിയതാണ്. യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നത് സ്വയമേ യാതൊരു ആധികാരികത ഇല്ലാത്തൊരു പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ടല്ല, പിന്നെയോ തങ്ങളുടെ രക്തം കൊണ്ട് ഈ സത്യത്തിന് സാക്ഷി നിന്ന ലക്ഷക്കണക്കിന് വിശുദ്ധന്മാർ ഇക്കാലം തുടങ്ങി 1-ാം നൂറ്റാണ്ട് വരെ അണമുറിയാത്ത ശൃംഖലയായി കിടക്കുന്ന പരിശുദ്ധ സഭ പറയുന്നത് കൊണ്ടാണ്. സഭയെ കൂടാതെയുള്ള ബൈബിളിന്റെ സാക്ഷ്യം വിശ്വസനീയമേ അല്ല. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മളിപ്പോ പഠിച്ച അടിസ്ഥാനത്തിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റണം. ന്യായമായി നമ്മുടെ വിശ്വാസത്തെ പറ്റി ചോദിക്കുന്നവർക്ക് സൗമ്യതയും ശാന്തതയും ഉണ്ട്. ഈ ഉത്തരം അറിയാൻ മേലാത്തവരെ ചൂടാകുന്നത് അറിയാമോ? ഉത്തരം അറിയാമെങ്കിൽ എന്തിനാ ചൂടാകുന്നത്? ശാന്തമായിട്ട് പറഞ്ഞാൽ പോലെ. എൻ്റെ ഹൃദയത്തെ ഒത്തിരി ബ്രേക്ക് ചെയ്ത ഒരു സെന്റൻസ് ആണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. അത് നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കാം. സ്ക്രിപ്ചർ സെൽഫ് ഒതന്റിക്കേറ്റഡ് ആണ്. സഭയുടെ സാക്ഷ്യത്താൽ ഒതന്റിക്കേറ്റഡ് ആയതല്ല. സഭയുടെ സാക്ഷ്യം എന്നായിരുന്നു അറിയാമോ? സ്ക്രിപ്ചർ സെൽഫ് ഒതന്റിക്കേറ്റഡ് ആണെന്നാണ് സാക്ഷ്യം പറഞ്ഞത്. പിടികിട്ടെന്ന് പറഞ്ഞ കാര്യം, സഭയുടെ സാക്ഷ്യത്താൽ സെൽഫ് ഒതന്റിക്കേറ്റഡ് ആയതല്ല, സെൽഫ് ഒതന്റിക്കേറ്റഡ് ആണെന്ന് ഏർലി ചർച്ച് സാക്ഷ്യം പറഞ്ഞു. അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഏർലി ക്രിസ്ത്യൻസ് ബിലീവ്ഡ് ദാറ്റ് കാനോനിക്കൽ ബുക്സ് വെയർ സെൽഫ് ഒതന്റിക്കേറ്റിംഗ്. 10:30 കഴിഞ്ഞ 5 മിനിറ്റ് കൂടെ പൊക്കോട്ടെ, കുഴപ്പമുണ്ടോ? 5 മിനിറ്റ്സ് കൂടെ കുഴപ്പമില്ലല്ലോ? സോറി. ഓക്കെ, പെട്ടെന്ന് ഇവിടെ പറഞ്ഞു വിടാം. നമുക്ക് 3-4 ദൈവദാസന്മാരെ എടുക്കാം. 2-3 നൂറ്റാണ്ടിലെ 2-3 ദൈവദാസന്മാരുടെ ചരിത്രം നോക്കാം. അവരുടെ വാക്കുകൾ നോക്കിയാൽ അറിയാം ഏർലി അവരുടെ സാക്ഷ്യത്താൽ ഒതന്റിക്കേറ്റഡ് ആയിരുന്നു. അവരെ ഒതന്റിക്കേറ്റഡ് ആണെന്ന് സാക്ഷ്യം പറയുകയായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട വാക്യം യോഹന്നാൻ 10, John 10:27, മൈ ഷീപ്പ് ഹിയർ മൈ വോയിസ് ആൻഡ് ഐ നോ ദം ആൻഡ് ദേ ഫോളോ മീ. ഇത് തന്നെയാണ് സെൽഫ് ഒതന്റിക്കേറ്റഡ് എന്ന് പറഞ്ഞത്. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. ദാറ്റ് ഈസ് സെൽഫ് ഒതന്റിക്കേഷൻ മീൻസ്. കേട്ടോളൂ. ഒറിഗന്റെ ഒരു കോട്ട് ഞാൻ വായിച്ചു. ഒറിഗൺ ഇപ്പൊ നമ്മളിപ്പോ ബന്ധുക്കോസാരെ നമുക്കിപ്പോ ഒറിഗണും തെർത്തുല്യനും ഒക്കെ ഭയങ്കര ഫേമസ്, ഭയങ്കര ഇന്റിമേറ്റ് ആൾക്കാരായില്ലയോ? ഇത്രയും കാലം നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു ആ പേരൊക്കെ കേൾക്കാൻ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഈ പടിഞ്ഞാറുള്ളവരെ അവരും എടുത്ത് കിഴക്കുള്ളവരെ ഇവരും എടുത്തുകൊണ്ട് സംഭവിച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്ന് ഇവരാരും ആരുടേതും അല്ല. ഒറിഗന്റെ ഒരു കോട്ട് ഞാൻ വായിച്ചേൽപ്പിക്കാം. If anyone ponders, P-O-N-D-E-R-S, if anyone ponders over the prophetic sayings, ശ്രദ്ധിച്ചോണം, it is certain that in the very act of reading and diligently studying them, his mind and feeling will be touched by the divine breath, and he will recognize the word he is reading are
not utterances of man but the language of God. ഒരിക്കൽ പറഞ്ഞാണ് സ്ക്രിപ്ചറിനെ പറ്റി. ആ സെന്റൻസിൽ നിന്ന് തന്നെ ഒരുവൻ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും അത് അവനോട് സംസാരിക്കും, അതവനെ ദൈവിക ബ്രീത്ത് പോലെ സ്പർശിക്കും. അവന് അതിൽ നിന്ന് ഇത് മനുഷ്യന്റെ വാക്കുകളല്ല, ദൈവവചനമാണെന്ന് മനസ്സിലാവും. Early church, they believed that canonical books are self-authenticating. വായിക്കുന്നവന്, പഠിക്കുന്നവന്, ധ്യാനിക്കുന്നവനോട് ഈ പുസ്തകം സംസാരിക്കും, ഈ പുസ്തകം അവനെ സ്പർശിക്കും. ഈ പുസ്തകം സംസാരിക്കുമ്പോൾ അവൻ അറിയാം, ദിസ് ഈസ് നോട്ട് ദ അട്ടറൻസസ് ഓഫ് മെൻ ബട്ട് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഒറിഗന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങളുടെ പരിശുദ്ധ സഭയുടെ സാക്ഷിയല്ല കേട്ടോ, ഒറിഗൻ പറഞ്ഞ കാര്യമാണ്. റഫറൻസ് ഒറിഗന്റെ പുസ്തകത്തിനകത്ത് തന്നെയാണ്. 4:1 and 6. ഞാനത് വേണമെങ്കിൽ പിന്നാലെ റെഫറൻസ് തരാം. വോളിയം നമ്പർ 4 chapter 1 verse 6 അത് കിടക്കുന്നത്. ഇനി ഒറിഗൻ യൂദായുടെ ലേഖനത്തെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. യൂദായുടെ ലേഖനത്തെ പറ്റി, it is filled with the helpful words of heavenly grace. ചുമ്മാ ഒന്ന് നോട്ട് ചെയ്തു. It is filled with the helpful words of heavenly grace. യൂദായുടെ ലേഖനത്തെ പറ്റി പറഞ്ഞ വാക്യാണ്. യൂദായുടെ ലേഖനത്തെ പറ്റി അദ്ദേഹം പറഞ്ഞൊരു ഒരു എന്താ പറയാ, ഒരു റിവ്യൂ ആണ് ആ സെൻസ്. സുവിശേഷത്തെ പറ്റി അദ്ദേഹം പറഞ്ഞു കേൾക്കണോ? ഗോസ്പൽസിനെ പറ്റി ട്രൂലി വെനറബിൾ ആൻഡ് ഡിവൈൻ കണ്ടന്റ്സ്. ഗോസ്പൽസിനെ പറ്റി പറഞ്ഞ ഗോസ്പൽസ് ട്രൂലി വെനറബിൾ ആൻഡ് ഡിവൈൻ കണ്ടന്റ്സ്. ബുക്ക് ഓഫ് ഹീബ്രൂസിനെ പറ്റി അദ്ദേഹം പറഞ്ഞു കേൾക്കണോ? ഒറിഗനോട് ചോദിച്ചു എബ്രായ ലേഖനം ആരാ എഴുതിയെന്ന്. ഒറിഗൻ പറഞ്ഞ ഉത്തരം എന്നാന്നറിയാമോ? ഓൺലി ഗോഡ് നോസ്. എബ്രായ ലേഖനം ആരാ എഴുതിയെന്ന് ഒറിഗനോട് ചോദിച്ചു. ഒറിഗൻ പറഞ്ഞു ഓൺലി ഗോഡ് നോസ്. ആ ദേവദാസൻ എബ്രായ ലേഖനത്തെ പറ്റി പറഞ്ഞ വാചകം എന്നാന്നറിയാമോ? The ideas of the epistle are magnificent. The ideas of the epistles are magnificent. The ideas of the epistles are magnificent. Oh, self-authenticated scripture ആണെന്ന് ടെസ്റ്റിമണി പറയുകയാണ് അവര്. ഇനിയും ടാറ്റിയാൻ ഒരു ചർച്ച മാത്രമുണ്ട്. TATIAN, ടാറ്റിയാൻ 2nd century ആണ് ടാറ്റിയാൻ. അദ്ദേഹം പറഞ്ഞാൽ പെട്ടെന്ന് വായിച്ചേൽപ്പിക്കാം. Tatian is very clear about the role of the internal qualities of these books. ന്യൂ ടെസ്റ്റ്മെന്റിനെ പറ്റി പറഞ്ഞേക്കാണ്. He is very clear about. He was very sure. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, I was led to put faith in these scriptures. I was led to put faith in these scriptures by the unpretending cast of the language, the inartificial character of the writers, the foreknowledge displayed of future events, the excellent quality of the precepts. 2ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദേവദാസൻ പറയുകയാണ്, I was led to put faith in this. ഞാൻ എന്തുകൊണ്ടാണ് ഇതിൽ വിശ്വസിക്കുന്നത്? ഒന്ന്, അൺപ്രിറ്റൻഡിങ് കാസ്റ്റ് ഓഫ് ദ ലാംഗ്വേജ്. 2, ഇൻആർട്ടിഫിഷ്യൽ ക്യാരക്ടർ ഓഫ് ദ റൈറ്റേഴ്സ്. ഇൻആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ഗോസ്പൽസിനകത്ത് ദ ഇൻആർട്ടിഫിഷ്യൽ ക്യാരക്ടർ ഓഫ് ദ റൈറ്റേഴ്സ്. വീണ്ടും പറഞ്ഞേക്കാണ് ദ ഫോർനോളേജ് ഡിസ്പ്ലേഡ് ഓഫ് ദ ഫ്യൂച്ചർ ഇവന്റ്. സ്ക്രിപ്ചറിന്റെ കാര്യം പറഞ്ഞേക്കുന്നേ. ദ എക്സലൻസ്. ടാറ്റിയാസ് പറഞ്ഞത് എന്താ? ടെസ്റ്റിമണി പറഞ്ഞേ, സ്ക്രിപ്ചർ ഈ സെൽഫ് ഒതന്റിക്കേറ്റഡ്. ഇനി ജെറോം പറഞ്ഞത്
ജെറോമിനെ പറ്റി പഠിച്ചാല് ഏർലി ക്രിസ്ത്യാനിറ്റിയിൽ ഇത്രയും ഇന്റലിജന്റ് ജയന്റ് ആയിട്ടുള്ള ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ, ഉൾഗാത്ത ബൈബിൾ ലാറ്റിൻ, ജെറോം പറഞ്ഞത് ഫിലോമോന്റെ ലേഖനത്തെ പറ്റി പറഞ്ഞത് നമ്മൾ വായിക്കാറ് പോലും ഇല്ലാത്തൊരു പുസ്തകമാണ് നമ്മളീ പലരും. ഫൈലിമോനെ പറ്റി പറഞ്ഞൊരു സെന്റൻസ് ആണ്, എ ഡോക്യുമെന്റ് വിച്ച് എന്ന് പറഞ്ഞാൽ സുവിശേഷം ഒരുത്തന് വരുത്തിയ മാറ്റത്തെ കാണണമെങ്കിൽ ഫൈലിമോൻ വായിച്ചു നോക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫിലോമോന്റെ ലേഖനം വായിക്കുമ്പോൾ ഓർത്തിട്ടുണ്ട്, ഈ ഒനേസിമോസ് റോമിലോട്ട് രക്ഷപ്പെട്ടു. പുള്ളി ഓർത്ത് റോമിൽ ചെന്ന് ആരും കണ്ടുപിടിക്കുകയെന്ന് ഓർത്താണ് റോമിൽ പോയത്. ഫിലോമോനെ ആകെ അറിയാവുന്ന ഒരാള് റോമിലുണ്ട്. അത് ആരാന്ന് ചോദിച്ചാൽ കൊലോസിലെ 4-ാം അധ്യായത്തിനകത്തെ എപ്പഫ്രാസ് ആണ്. എന്താ എപ്പഫ്രാസ്? ഫിലോമോന്റെ വീട്ടിലെ പാസ്റ്ററാണ്. ഫിലോമോനെ എപ്പഫ്രാസിന് അറിയാം. ഫിലോമോന്റെ വീട്ടിൽ ജോലി ചെയ്ത ഒനേസിമോസ് എന്ന് പറയുന്ന അടിമയും എപ്പഫ്രാസിന് അറിയാം. എപ്പഫ്രാസ് ഒരിക്കലും റോമിൽ ചെല്ലുമെന്ന് എപ്പഫ്രാസ് ഓർത്തിരുന്നില്ല. ഒനേസിമോസ് ഓർത്തത് റോമിലോട്ട് രക്ഷപ്പെട്ടു പോയാൽ മഹാപട്ടണമല്ലേ, ആരും കണ്ടുപിടിക്കുകയെന്ന് ഓർത്താ പോയത്. അതുകൊണ്ട് എപ്പഫ്രാസ് റോമിൽ പൗലോസിനെ ശുശ്രൂഷിക്കാനായിട്ട് ചെല്ലുന്നു. ആരും കണ്ടുപിടിക്കാതിരിക്കാൻ മോഷ്ടിച്ചുകൊണ്ട് പോയ അടിമയായ ഒനേസിമോസ് റോമിലുണ്ട്. ഒരു ദിവസം ഈവനിങ്ങിൽ ഇവര് തമ്മിൽ കണ്ടുമുട്ടുന്നു. ഇത്രയും അത്ഭുതകരമായ ഒരു ചരിത്രമുണ്ടോ എന്നാണ് ഞാൻ ആ വിഷയം വായിക്കുമ്പോൾ ഓർക്കുന്നത്. ഒനേസിമോസിനെ ആകെ അറിയാവുന്ന ഒരാൾ റോമിലുണ്ടെങ്കിൽ അത് എപ്പഫ്രാസ് മാത്രമാണ്. സുവിശേഷത്തിന്റെ ശക്തി കണ്ടോ, ഇവരെ തമ്മിൽ ജനസാഗരമായ പട്ടണത്തിൽ കൂട്ടിമുട്ടിച്ചെന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിയായിരിക്കണം ജെറോം പറഞ്ഞത്, എ ഡോക്യുമെന്റ് വിച്ച് ഹാസ് ഇൻ ഇറ്റ് സോ മച്ച് ഓഫ് ബ്യൂട്ടി ഓഫ് ദ ഗോസ്പൽ വിച്ച് ഈസ് ദ മാർക്ക് ഓഫ് ദ ഇൻസ്പിരേഷൻ. ഏതാ? ആ ഫിലോമോന്റെ ലേഖനത്തിലെ സുവിശേഷത്തിന്റെ പ്രത്യേകത. എൻ്റെ ഒരു ഫേവറേറ്റ് എപ്പിസോഡാണ്. ആട്ടെ, അന്നേരം നോക്കിയേ, ഒറിഗൺ പറഞ്ഞത്, ടാറ്റിയൻ പറഞ്ഞത്, ജെറോം പറഞ്ഞത്. ഇനി ക്രിസോസ്റ്റം 3-ാം നൂറ്റാണ്ടിലെ ചർച്ച് ഫാദറാണ്. അദ്ദേഹം പറഞ്ഞത് ക്രിസോസ്റ്റം ഡിക്ലെയർസ്. നമുക്ക് ഈ ക്രിസോസ്റ്റം എന്നൊക്കെ കേൾക്കുമ്പോഴേ മറ്റു പലരും ഈ പേരിൽ അടിച്ചു മാറ്റിയേക്കുന്നതുകൊണ്ട് നമുക്കൊരു അലർജിയാണ്. അലർജിയുടെ ആവശ്യം ഇല്ലെന്നാണ് ഞാൻ പറയുന്നത്. പാരമ്പര്യം എന്ന് കേൾക്കുമ്പോൾ എന്തിനാ അലർജി? വേണ്ട. അത് റിട്ടൺ ഇൻസ്ട്രക്ഷൻ പറയുന്ന വാക്കാണ്. പാരമ്പര്യം ഇൻസ്ട്രക്ഷൻ പറയുന്ന വാക്കാണ്. ക്രിസോസ്റ്റം പറഞ്ഞത്, Chrysostom declares that the gospel of John, there is nothing counterfeit, because the gospel is uttering a voice which is sweeter and more profitable than that of any harp of any music, something great and sublime. പ്രിയപ്പെട്ടവരെ, early Christians believed that canonical books are self-authenticating. ഒറിഗൺ പറഞ്ഞിട്ടുണ്ട്, ടാറ്റിയാൻ പറഞ്ഞിട്ടുണ്ട്, ജെറോം പറഞ്ഞിട്ടുണ്ട്, ക്രിസോസ്റ്റം പറഞ്ഞിട്ടുണ്ട്. ഇനി ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയയുടെ പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്താം. ഇതൊന്നും പറഞ്ഞില്ല, ഞാൻ വായിച്ച് കേൾപ്പിക്കുകയായിരുന്നല്ലേ, പറയാൻ സമയമില്ല. പറയാൻ പോയി ഞങ്ങൾക്ക് വിരിച്ചു. അതാവൾ ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞത്, അദ്ദേഹം മാത്യു 4:17 ഫിലിപ്പി ലേഖനം 4:5 കോട്ട് ചെയ്തിട്ട് ക്ലെമന്റ് ഓഫ് അലക്സാണ്ട്രിയ പറഞ്ഞു. Clement of Alexandria says that you can distinguish the words of men from the words of scripture, because no one will be so impressed by the exhortation of any of the saints as he is by the words of the Lord himself. ഞങ്ങളുടെ പ്രബോധനത്താൽ ആരും ഇംപ്രസ്ഡ് ആകുന്നില്ല. ഏത് വിധേന? ദൈവവചനത്തിന്റെ കേൾവിയിലുണ്ടാകുന്ന ആ ഇംപ്രഷൻ പോലെ. പിടികിട്ടിയോ? വി ഹാവ് സഫിഷ്യന്റ് ടെസ്റ്റിമണി. സഭയുടെ സാക്ഷി, ഇനി സഭയുടെ സാക്ഷി ഇല്ലായിരുന്നെങ്കിൽ ഇത് ഹാരി പോട്ടറിന്റെ നാടകം പോലെ ആയിരുന്നോ? സഭയുടെ സാക്ഷ്യം ഇത് ഒതന്റിക്കേറ്റഡ് ആണെന്നുള്ള സാക്ഷ്യമാണ്. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചിന്തിച്ച രണ്ട് കാര്യം ചർച്ച് ഫാദേഴ്സിന്റെ എഴുത്തുകൾ, ചർച്ച് ഫാദേഴ്സ്
അപ്പോസ്തലന്മാരുടെ എഴുത്തുകളെ പോലെയോ അപ്പോസ്തലന്മാരെ പോലെയോ ആയിരുന്നില്ല എന്ന് അവരുടെ ടെസ്റ്റ് മണിയാണ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് മറ്റുള്ളവരുടെ സാക്ഷ്യത്താൽ ഒതന്റിക്കേറ്റഡ് ആയതല്ല, ഒതന്റിക്കേറ്റഡ് ആണെന്ന് they testified. Early Christians believed that canonical books are self-authenticated. Origen, Tatian, Chrysostom, Jerome, Clement of Alexandria. ടോട്ടലായിട്ട് എടുത്താൽ സെൽഫ് ഒതന്റിക്കേറ്റഡ് സ്ക്രിപ്ചർ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞ വാക്യം ഏറ്റവും ആപ്ലിക്കബിൾ. നമ്മുടെ കർത്താവിന്റെ തിരുനാമം എപ്പോഴും വാഴ്ത്തപ്പെടട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പുസ്തകം ഒരു കലർപ്പും ഇല്ലാതെ നമുക്ക് നൽകുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു. നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയുള്ളവരാകാം. സകല മഹത്വവും ത്രിയേക ദൈവത്തിന് അർപ്പിക്കാം. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. നാളെ ഞാൻ അല്പകാര്യം എന്ന് പറയാം. കർത്താവിന്റെ നാമം വീണ്ടും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. സ്തോത്രം.